കുറേ നാളായിട്ട് നമ്മൾ പെൻഡിങ് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വില്ലയിൽ വന്നിട്ട് ഇവിടെ ഗാർഡൻ സെറ്റാക്കുന്ന ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ താമസമായിട്ട് 1.5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഗാർഡൻ സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ പരീക്ഷണം പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്കെ നമ്മൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് കാരണം പിന്നീട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വില്ല എടുക്കുന്ന സമയത്ത് ഈ മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഗാർഡൻ ടൈൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ടൈൽസ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ നോർമൽ മണ്ണായിരിക്കും. അപ്പോൾ നമുക്കത് ഇളക്കിയ ഉടനെ നമുക്കങ്ങനെ ചെടി നടാം എന്നുള്ള ഒരു കൺസെപ്റ്റിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഈ കോൺക്രീറ്റ് മിക്സ് ആയിട്ടുള്ള മണ്ണാണ് ഉള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ മണ്ണിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന കമ്പനിക്കാരെയോ അങ്ങനെയൊന്നും അല്ല ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് നഴ്സറിയിൽ അന്വേഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് കുറേശ്ശെ. ശരിക്കും അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഇപ്പം നമുക്ക് മൊത്തത്തിൽ എവിടെയൊക്കെയാണ് നമ്മളിത് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കാണിച്ചിട്ട് അതിന് ബോർഡറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതും കൂടി പറഞ്ഞ് ഒരു റേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാവുക. നമ്മൾ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെയ്ബർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരിങ്ങനെ എത്ര ദൂരം ഇങ്ങനെ ഓപ്പൺ ആക്കണം, അതിൻ്റെ ബോർഡറായിട്ട് ഇങ്ങനെ കല്ലടുക്കി തരണം, ഇതെല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെക്കാളും കുറച്ചുകൂടി എമൗണ്ട് കുറച്ച് തന്നെ അവർക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ പോലുള്ള സ്വഭാവമുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ വരുത്തുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജായിട്ട് ഞങ്ങൾ റിമൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈൽസിൻ്റെ എണ്ണം പിന്നെ ഞങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അതിനെ കുറച്ചുകൂടി വലുതാക്കും. പിന്നെ അത് കഴിഞ്ഞ് 2 ചെടി കരിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടി ചെറുതാക്കും. അങ്ങനെയൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണെങ്കിൽ ഇപ്പോൾ സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഈ ബോർഡറൊക്കെ ഫിക്സ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയത് ഈ ഒരു മാവ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ സമ്മറിൽ തന്നെ ഈ മാവൊക്കെ കരിഞ്ഞു പോയി. പിന്നെ നമ്മൾ ഈ ഭാഗം തന്നെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ടൈൽസൊക്കെ എടുത്ത് കുറച്ചുകൂടി വലിപ്പത്തിലാക്കിയിട്ട് അവിടെ പിന്നെ മിക്സ് ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ടൈലൊക്കെ റിമൂവ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരികയാണ് ചെയ്തത്. മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അത്ര നല്ല മണ്ണൊന്നും അല്ലെങ്കിലും ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെ അങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അങ്ങനെ ഊർന്നു പോകുന്ന ടൈപ്പ് മണലല്ല. കുറച്ചുകൂടി ഒരു ചുവന്ന കളറൊക്കെ ഉള്ള തമ്മിൽ ഭേദം എന്ന് പറയാൻ പറ്റുന്ന ഒരു മണലാണ് നമുക്ക് രണ്ടാമത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ 2 ലോഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ലോഡിന് നമ്മൾ ഫുൾ ലോഡ് എടുക്കുകയാണെങ്കിൽ 130, 140 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഹാഫ് ലോഡ് ആണെങ്കിൽ 90 ദിറംസ് ആണ് ചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുമൊക്കെ നമ്മൾ നഴ്സറിയിൽ പോയിട്ട് അവിടെ പറഞ്ഞേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ അവർ അയക്കുകയാണ് ചെയ്യാറുള്ളത്. വലിപ്പം വെക്കുന്ന ചെടികളാണ് ആദ്യം നമ്മൾ നട്ടു കൊടുത്തിരുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഈ കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകം മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചാക്കുകളിൽ ഒരു 4 ചാക്കിന് 10 ദിറംസ് ഒക്കെയാണ് ദുബായിലെ കാറ്റിൽ മാർക്കറ്റിൽ ചാർജ് ചെയ്യാറുള്ളത്. അതുപോലെ ഷാർജ സജ്ജ മാർക്കറ്റിൽ അജ്മാനിലാണെങ്കിൽ സീറ്റീസ് ഫാം ഇവിടെ നിന്നൊക്കെ വാങ്ങാം. സീറ്റീസ് ഫാമിൽ എനിക്ക് തോന്നുന്നു 10 ദിറംസ് ഒരു ചാക്കിന് മേടിക്കാറുണ്ട്. പിന്നെ ചട്ടിയിൽ നിന്ന് ഫുള്ള് മണ്ണോടുകൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത് കാരണം കുറച്ച് കോക്കോ പീറ്റും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ഇങ്ങനെ വേരോടും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോക്കോ പീറ്റും കൂടിയൊക്കെ അതിൻ്റെ കുഴിയിലായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ ചെടികളൊക്കെ നട്ടു കൊടുത്തിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് മുന്നത്തെ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ചെറിയ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പുകളിൽ നമ്മൾ തന്നെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തേ. പിന്നെ കോഴികളെയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു കൂട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മുടെ വീടിൻ്റെ ആ ഒരു യസ്മീൻ റഹ്മാനിയ ബോർഡർ വരുന്ന ഭാഗത്ത് കുറേ അധികം ഈ കേജൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിരുന്നത് മേടിച്ചതാണ്. ഇതിന് 850 ദിറംസ് ആയിരുന്നു ചാർജ് വന്നത്. കോഴിക്കോടിൻ്റെ അടിഭാഗത്ത് നമ്മൾ സിമെൻറ്റ് കലർന്ന മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മൾ മേടിച്ച മണ്ണ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത്യാവശ്യം ഇവർ ചിക്കി മറിക്കുന്നത് കാരണം അധികം വേസ്റ്റൊക്കെ വന്നാലും സ്മെല്ല് കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വേറൊരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ ഈ ഒരു കൂടിൻ്റെ അളവൊക്കെ ഏകദേശം നോക്കിയിട്ടാണ് സെറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ താമസത്തിന് വരുന്നതിന് മുന്നേ തന്നെ കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ താമസത്തിന് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ഇത്ര വലിപ്പത്തിലുള്ള കൂട് ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നി തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇതിനെ ഫ്രണ്ടിൽ നമുക്ക് മുറ്റത്ത് അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടേക്ക് നമ്മൾ ഇതിനെ ഒരു കിളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്.
ഈ കൂട് മുൻവശത്തേക്ക് മാറ്റുമ്പോൾ നമ്മൾ അടിഭാഗത്തെ ടൈലൊന്നും ഇളക്കാതെ തന്നെ 4 സൈഡിലും ഇങ്ങനെ കട്ടകൾ അടുക്കി കൊടുത്തിട്ട് ഉള്ളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു തണുപ്പൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറേ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കിളികളൊക്കെ വളരെ കുറവായിരുന്നു, പിന്നെ അധികം ചൂടൊന്നും ഇല്ലാതിരുന്നത് കാരണം ചെടികളൊക്കെ നിപ്പുണ്ടായിരുന്നു. പക്ഷേ സമ്മർ ആവുന്നതനുസരിച്ചിട്ട് ഈ കിളികൾ തന്നെ ചെടികൾ മുഴുവനും കൊത്തി കൊത്തി അത് മുഴുവനും ചീത്തയായിപ്പോയി. പിന്നെയാണ് നമ്മൾ ചെടികൾ ഉള്ളിൽ വെക്കുന്ന പരിപാടി നിർത്തിയത്. പിന്നെ കൂടിൻ്റെ മുകൾ ഭാഗം മെറ്റലായത് കാരണം അത് വേഗത്തിൽ ചൂടാവും. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാംബൂ ഷീറ്റ് ഇട്ട് കൊടുത്തിരുന്നു. ബാംബൂ ഷീറ്റ് ഒരു 12 ഫീറ്റിൻ്റെ ഫുൾ റോളായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളം കണക്കാക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഒരു 2-3 ബാംബൂൻ്റെ സ്റ്റിക്ക് ഇടയ്ക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നൂലിങ്ങനെ നീളത്തിന് കിട്ടും. ആ ഒരു നൂലിൻ്റെ എഡ്ജ് പിടിച്ച് നമ്മളിങ്ങനെ ഒന്ന് കെട്ടി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ സെറ്റാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുത്താൽ മതി. ബാംബൂ ഷീറ്റിൻ്റെ വില വരുന്നത് ഫുൾ റോൾ എപ്പോഴും 12 ഫീറ്റ് ആയിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അതിൻ്റെ ലെങ്ത്ത് 5, 6, 7 ഇങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് മേടിക്കാം. അതൊരു 90 ദിറംസ് മുതൽ 130, 140 ആ ഒരു റേഞ്ചിലാണ് വരാറുള്ളത് ഫുൾ റോളിന്. നമ്മൾ മിക്കവാറും എല്ലാ കൂടിൻ്റെ മുകളിലേക്കും ഇങ്ങനെ ഫുൾ റോൾ മേടിച്ച് ആവശ്യത്തിന് മുറിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീടിന് ചുറ്റും ഇങ്ങനെ ബോർഡർ പോലെ അടുക്കി കൊടുത്തിരിക്കുന്നത് നമ്മൾ സൈഡിൽ നിന്നൊക്കെ എടുത്ത ഗാർഡൻ ടൈലുകൾ തന്നെയാണ്. ഒന്നും സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചിട്ടില്ല, വെറുതെ 2-3 ലെയറായിട്ട് ഇങ്ങനെ ഒന്ന് അടുക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അടിഭാഗത്തുള്ള ടൈലൊന്നും ഇളക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ഇളക്കിയിടത്തും ഇതുപോലെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കല്ലുകൾ ഇങ്ങനെ ഒന്ന് അടുക്കി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നതനുസരിച്ച് ഞാൻ ആ ഒരു ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഒരു ഡിസൈൻ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സിമൻ്റ് ഇട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ മുറ്റത്ത്, അതായത് ഈ കോഴിക്കോടൊക്കെ വെച്ച ഭാഗത്തു നിന്നൊക്കെ കട്ടയുടെ അടിഭാഗത്തു നിന്ന് മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് കട്ടയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴ്ന്നു പോകുന്നുണ്ട്. ആദ്യത്തെ കോഴിക്കൂട് നമുക്ക് വലിപ്പം കൂടിയത് കാരണം രണ്ടാമത് അധികം വീതിയൊന്നും ഇല്ലാണ്ട് 2 ലെയറായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച കൂടായത്. ഇതിന് 600 ദിറംസാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലും താഴ്ഭാഗത്ത് കോഴികൾക്ക് അധികം അങ്ങനെ നടക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 1-2 കോഴികളെ താഴെയും പിന്നെ മുകളിൽ മുയലുകളാണ് ഇട്ടിരുന്നത്. പിന്നെ വീടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വെയിലടിക്കുന്നിടത്ത് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേജ് ഉണ്ടാക്കി അവരെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മെറ്റൽ ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ട് ബാംബൂ ഷീറ്റ് നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കുക ചെയ്തത്. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു അഡീഷണൽ ഒരു ഗ്രില്ല് പോലെ ഉണ്ടാക്കിച്ചതാണ് ഇത്. ഇതിൻ്റെ ബാക്കിലുള്ള പോർഷനൊക്കെ നമ്മൾ തന്നെ മെഷൊക്കെ മേടിച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൂടാണ് ആക്ച്വലി ഇത്. പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള വിഴുത്തിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കോഴിയും താറാവും ഒക്കെ ആ ഒരു കൂടിനകത്താണുള്ളത്. ഈ ബാംബൂ ഷെയ്ഡുകളെല്ലാം നല്ല ഉപകാരം തന്നെയായിരുന്നു. വിൻ്റർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് ഉള്ളിലേക്ക് വെയിലടിക്കുകയും ചെയ്യും. സമ്മർ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിലുള്ള തണലും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനും ഒരു പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ ഷെഡും ഒക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മറ്റുള്ള ഷെഡ് പോലെ അല്ല, ഇതിൽ ഈ മുളവടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് എല്ലാം കൂടി കഴുകി നമ്മുടെ വണ്ടിയുടെ മുകളിലേക്ക് വരും. അതിന് ഇവിടെ അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ല, എന്നാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഇത് പല പ്രാവശ്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോ പ്രാവശ്യം അവർ ഈ ഒരു റോഡ് കൊണ്ടുവരുന്നതിനുള്ള ചാർജ് അങ്ങനെ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യും. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് അങ്ങനെ വലിയ ട്രാൻസ്പോർട്ടേഷനൊന്നും ഇല്ല. എങ്കിലും ദൂരെയുള്ളവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ചാർജൊക്കെ ഓരോ പ്രാവശ്യമായിട്ട് ചെയ്തത് കാരണം തന്നെ അവർ ആ ഒരു കമ്പിയുടെ എത്ര കമ്പി വേണം അതൊക്കെ കണക്ക് കൂട്ടിയിട്ടായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ പലപ്പോഴായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ചാർജ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചെയ്ത സമയത്ത് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ റോഡുകൾ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യിപ്പിച്ച് വെച്ചു ഫ്രെയിം പോലെ. പിന്നെ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ തന്നെ ബാംബൂ ഷീറ്റൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഷെയ്ഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതല്ലാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഗാർഡനിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫിഷ് ടാങ്കും ഈ അക്വാപോണിക്കും ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഡ്രിപ്പിംഗ് സിസ്റ്റം ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അത് ആക്ച്വലി 8 നിലയിൽ പാളിപ്പോയി. നമ്മൾ വാങ്ങിയ സാധനങ്ങളിൽ ചില സാധനങ്ങളുടെ മിസ്റ്റേക്ക് കാരണമാണ് അതങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് വേറെ സാധനങ്ങൾ വാങ്ങി രണ്ടാമത് സെറ്റ് ചെയ്യണം എന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെയും ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. അപ്പോൾ പാളിപ്പോയ കഥകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.